بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1785 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫതഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിന്റെ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം ആരംഭിക്കുകയാണ് നമ്മൾ. 47-ാമത്തെ സൂറത്ത് മുഹമ്മദ് 38 ആയത്തുകൾ അടങ്ങിയ മദീനയിൽ അവതരിച്ച സൂറത്തായിരുന്നു. അതിന്റെ പഠനമാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള ചോദ്യങ്ങളും സംശയ നിവാരണവും ഒക്കെ നമ്മൾ പിന്നിട്ട 1-2 ദിവസങ്ങളിലായിട്ട് നിർവഹിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് 48-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സൂറത്തിന്റെ പേര് അൽ ഫത്ഹ് എന്നാണ്. സൂറത്തുൽ ഫത്ഹ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം. വിജയം. ഫതഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു, വിജയിച്ചടക്കി എന്നൊക്കെയാണ്. അങ്ങനെയാണ് മക്ക വിജയത്തെ പരാമർശിക്കാൻ വേണ്ടി ഫത്ഹു മക്ക എന്ന പ്രയോഗമൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. മക്ക വിജയം. ഇവിടെ മക്ക വിജയമല്ല സൂചിപ്പിക്കുന്നത്. മക്ക വിജയത്തിന്റെ മുമ്പായി മക്ക വിജയത്തിനൊക്കെ സാഹചര്യം ഒരുക്കുന്ന വിധത്തിലുള്ള ഒരു വിജയം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും നൽകിയുണ്ടായിട്ടുണ്ട്.
അതാണ് ഫതുഹുൽ ഫുതൂഹ് എന്നൊക്കെ അറിയപ്പെടുന്നത്. വിജയങ്ങളുടെ വിജയം എന്നൊക്കെ ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പറയാറുള്ള, പരാമർശിക്കപ്പെടാറുള്ള ഒരു വിജയമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് മദീനയിലാണ്. മദനീയ ആയ സൂറത്താണ്. സൂറത്ത് മുഹമ്മദ് പോലെ തന്നെ ഇതും മദനീയ ആയ സൂറത്താണ്. സൂറത്ത് മുഹമ്മദ് മദീനയിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും പലായനം നടന്ന് വളരെ വൈകാത്തൊരു വേളയിൽ തന്നെ അവതരിച്ച സൂറത്താണെങ്കിൽ, ഈ സൂറത്തുൽ ഫത്ഹ് അവതരിക്കുന്നത് ഹിജ്റ 6-ാം വർഷമാണ് എന്ന് ചരിത്രപരമായ അടയാളപ്പെടുത്തലുകളിൽ നിന്ന് തന്നെ ഒരു യോജിപ്പോടുകൂടി എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ പേരിനെ കുറിച്ച് പറയുമ്പോൾ അൽ ഫത്ഹ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫതഹ് എന്നല്ല, ഫത്ഹ് എന്നാണ്. ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ്. രണ്ടാമത്തെ അക്ഷരം അത് ത് എന്ന അക്ഷരത്തിന് സുഖൂനാണുള്ളത്. അത് ഫത്ഹാണ് എന്ന നിലക്ക് വായിക്കുന്നത് ശരിയല്ല. അറബി ഭാഷയിൽ അതൊരു നാമരൂപമാണ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം, അതൊരു ക്രിയാനാമമാണ്. അതേസമയത്ത് ഫതഹ എന്നാണെങ്കിൽ വിജയിച്ചു, അതുപോലെ തുറന്നു വെച്ചു, തുറന്നു എന്നൊക്കെയുള്ള അർത്ഥത്തില്. അത് ആ ഒരു പദത്തിൽ നിന്നാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പേര് വരുന്നത്. തുറക്കുന്നവൾ എന്നാണ് ഭാഷാപരമായ ആ പദത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രാഥമിക അധ്യായം, പ്രാരംഭം, തുടക്കം എന്നൊക്കെയുള്ള വിശുദ്ധ ഖുർആനിലേക്കുള്ള ഒരു ആമുഖം എന്നൊക്കെയുള്ള നിലക്ക് അതിനെ പലപ്പോഴും നമ്മൾ അതിന്റെ ആ പേരിനെ പരാമർശിക്കാറുള്ളത്. അവിടെ ഫാത്തിഹത്തുൻ, അൽ ഫാത്തിഹ എന്ന ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഫത്ഹ് എന്നാണ്. പരസ്പരം ബന്ധമുള്ള പദങ്ങളാണ്, പക്ഷെ രണ്ടും രണ്ട് പദങ്ങൾ തന്നെയാണ്, വ്യത്യസ്തമായ അർത്ഥസൂചനകളുള്ള. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയമാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തുറക്കുന്നവൾ എന്നോ അല്ലെങ്കിൽ വിജയിച്ചടക്കുന്നവൾ എന്നോ ഒക്കെ പറയാം. അങ്ങനെയൊക്കെയുള്ള അർത്ഥതലങ്ങളുണ്ട് അതിന്. ഈജിപ്റ്റ് വിജയിച്ചടക്കിയ സൈനിക മേധാവിയെ പരാമർശിച്ചുകൊണ്ട് ഫാത്തിഹു മക്ക എന്ന് പറയാറുണ്ട്. ഫാത്തിഹു മിസ്ർ എന്ന്. ഫാത്തിഹു മിസ്ർ, മിസ്റിനെ ജയിച്ചടക്കിയ ആള് എന്ന അർത്ഥത്തിൽ. അതിന്റെ ഫെമിനിൻ ജെൻഡർ ഫോമാണ് ഫാത്തിഹ എന്നത്. വിജയിച്ചടക്കിയവൾ എന്നർത്ഥം കിട്ടും. അതുപോലെ തുറക്കുന്നവൾ, കതക് തുറക്കുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ആ പദം സാധാരണ ഭാഷയിൽ ഉപയോഗത്തിലുള്ളത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഈ പദങ്ങൾക്ക് അതിൻ്റെതായ സന്ദർഭങ്ങളും അവതരണത്തിലുള്ള സൂറത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അർത്ഥസൂചനകൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഈ സൂറത്തിന്റെ, ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സൂറത്തിന്റെ പേര് അൽ ഫത്ഹ് എന്നാണ്. സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ്. അതിനാൽ ഇസ്ലാം ചേരാതെ പറയുമ്പോൾ ഫത്ഹുൻ എന്നൊക്കെയാണ് പറയാം. അപ്പോ ഇവിടെ സൂറത്തിന്റെ പേര് അൽ ഫത്ഹ് എന്നാണ്. അൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ്. 29 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. മദീനയിലാണ് അവതരിച്ചിട്ടുള്ളത്. മദീനയിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു സംഗതി, ഹിജ്റ 6-ാം വർഷത്തിലാണ് ആ സംഭവം. ഹിജ്റ 6-ാം വർഷത്തില്, കൃത്യമായി പറഞ്ഞാൽ ദുൽഖഅദ മാസത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിന്റെ തൊട്ടു മുമ്പുള്ള ദുൽഖഅദ മാസത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും, ഏകദേശം 1400-ഓളം പേര് വരുന്ന ഒരു സംഘം, മദീനയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് ഹുദൈബിയ എന്ന സ്ഥലത്ത് എത്തിയ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു
മക്കയിലെ മുശ്രിക്കുകളുമായുള്ള സംഭാഷണവും അവരുമായി ചില തീരുമാനങ്ങളിലേക്കും തീർപ്പുകളിലേക്കും ഒക്കെ എത്തിയ സംഭവം, അതിനെ തുടർന്ന് ഉംറക്ക് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടിരുന്ന ആ സംഘം ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് ഉംറ ചെയ്യാതെ തന്നെ മദീനയിലേക്ക് മടങ്ങുന്ന ഒരു സംഭവമാണ്. അത് ആ ചരിത്ര സംഭവം അങ്ങനെയാണ്. ഉംറക്ക് വേണ്ടി പുറപ്പെട്ടു, വഴി മുടങ്ങി അവർക്ക് തിരിച്ചു പോകേണ്ടി വരികയാണ്. അവര് ഇഹ്റാമിൽ നിന്ന് വിരമിച്ചിട്ട് മദീനയിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇതാണ് സംഭവം. ഈ സംഗതിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗംഭീരം വിജയമായിട്ടാണ് ഈ സൂറത്തില് പരാമർശിക്കുന്നത്. ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്നാണ് പറയുന്നത്. നിശ്ചയമായിട്ടും നാം താങ്കൾക്ക് അതിഗംഭീരമായ ഒരു വിജയം നേടിത്തന്നിരിക്കുന്നു എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ഫത്ഹ് എന്ന പദം ആണ് ഈ സൂറത്തിന്റെ പേരായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ രണ്ട് രൂപമുണ്ട്. ഇന്നാ ഫതഹ്ന, അവിടെ ക്രിയാരൂപാണ്. നിശ്ചയമായിട്ടും നാം നിനക്ക് വിജയം നേടിത്തന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നാ ഫതഹ്ന ലക, നിനക്ക് നാം വിജയം നേടിത്തന്നു. അവിടെ ഫതഹ എന്നുള്ളതിന്റെ ഒരു ബഹുവചന രൂപമായിട്ട് ഫതഹ്ന, നാം വിജയിച്ചു, നാം വിജയം നേടി, അല്ലെങ്കിൽ നാം വിജയം നേടിത്തന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ പദം അവിടെ ക്രിയാരൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഫത്ഹൻ മുബീന എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഈ സൂറത്തിന്റെ പേരിന് ആധാരമായിട്ടുള്ള പദം. ഫത്ഹ്, ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം. തൊട്ടു മുമ്പുള്ള ഫതഹ്ന എന്ന് പറഞ്ഞാൽ നാം വിജയിച്ചു എന്നതാണ്, ക്രിയാരൂപമാണ്. അപ്പൊ ഈ നാമരൂപമാണ് സൂറത്തിന്റെ പേരായിട്ട് സൂറത്തുൽ ഫത്ഹ് എന്ന നാമകരണത്തിന് കാരണമായിട്ടുള്ള പദം. ഒന്നാമത്തെ ആയത്തിൽ നിന്ന് തന്നെയാണ് ആ പദം വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പദം ഈ സൂറത്തിന് ഒരു അടയാളപ്പെടുത്തലായ ഒരു പേരായി നിശ്ചയിക്കപ്പെട്ട ഒരു സംഗതിയാണെങ്കിലും അത് കേവലം ഒരു അടയാളമായിട്ടുള്ള പേരല്ല. ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യമായ മുഖ്യമായ ഉള്ളടക്കമായ ആ വിജയ സംഭവത്തെയാണ് ഈ സൂറത്ത് വിശദമായി പ്രതിപാദിക്കുന്നത്. അപ്പൊ ഈ സൂറത്തിന്റെ ഉള്ളടക്കം തന്നെ വെളിപ്പെടുത്തുന്ന, ഈ സൂറത്തിന്റെ മുഖ്യ പ്രതിപാദ്യം എന്ത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഇവിടെ അൽ ഫത്ഹ് എന്നത്. ഞാൻ സൂചിപ്പിച്ചു തുടക്കത്തില്, ഇത് കേവലം ഒരു അടയാളപ്പെടുത്തലായിക്കൊണ്ടുള്ള ഒരു പേരല്ല. സൂറത്തിനെ വേർതിരിച്ചറിയാനും ഒരു പേര് നൽകുക എന്ന രീതി പല സൂറത്തുകളുടെയും കാര്യത്തില് സ്വീകരിക്കപ്പെട്ടതായിട്ട് കാണാം. അവയ്ക്കൊക്കെയും തന്നെയും ആന്തരികമായി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ആ സൂറത്തിന്റെ പേരായതിന് വലിയ യുക്തിയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ പലരും ഗവേഷണ താല്പര്യം കാണിച്ചുകൊണ്ട് സൂറത്തുകളും അവയുടെ പേരുകളും തമ്മിലുള്ള ബന്ധം പഠന വിധേയമാക്കിയതൊക്കെ ഉണ്ട്. പക്ഷെ ചില സൂറത്തുകളുടെ പേരുകളിൽ അതിന്റെ ഉള്ളടക്കം തന്നെയാണ് പേരായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെയുള്ള ഉള്ളടക്കം തന്നെ പേരായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് നമ്മൾ ഇന്ന് പഠനം തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹ്. അപ്പൊ ഇത് ഞാൻ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെയായ ആളുകളുമായി ഹുദൈബിയയിൽ വെച്ച് നടത്തിയ ഒരു സന്ധി ഉണ്ട്. അവര് ഉംറക്ക് വേണ്ടി യാത്ര ചെയ്തെത്തിയതായിരുന്നല്ലോ. അപ്പോ അവിടെ വെച്ചിട്ട് അവര് ഇഹ്റാമിൽ നിന്ന് പിൻവാങ്ങി മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. അത് ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒത്തുതീർപ്പിനാണ് ഹുദൈബിയ സന്ധി എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നത്. ആ ഒത്തുതീർപ്പിനെയാണ്. നമുക്കതിന്റെ വിശദാംശങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സൂറത്തിന്റെ ഉള്ളടക്കം വായിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായി തന്നെ സൂറത്തിനെ പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട്
നമുക്ക് ആ പശ്ചാത്തലവും ഈ ഹുദൈബിയ സന്ധിയിലേക്ക് നയിച്ച കാര്യങ്ങളും ആ ഹുദൈബിയ സന്ധി നടപ്പിലാക്കപ്പെടുന്ന ഘട്ടത്തിലുള്ള സത്യവിശ്വാസികളുടെ മദീനയിലുള്ള ആ സംഘത്തിന്റെ അവസ്ഥ, അതുപോലെ നിഷേധികളായ മക്കക്കാരുടെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ, അറേബ്യയിലെ പൊതു സാഹചര്യം, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട പൊതു സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ ഈ സൂറത്തിന്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ചുകൊണ്ട് തന്നെ വേണ്ടി വരും അത് മനസ്സിലാക്കാൻ. കാരണം ഒത്തിരി ചരിത്ര സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയിൽ പതിയേണ്ടതുണ്ട്, പരാമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വമ്പൻ വിജയമാണ് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അതാണ് ഫുതൂഹ് എന്നൊക്കെ പരാമർശിക്കപ്പെടുന്ന വിജയം. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ ഉംറ നിർവഹിക്കാൻ പുറപ്പെടുന്ന സാഹചര്യം എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് പരിശോധിക്കുമ്പോൾ ഇത് ഹിജ്റ 6-ാം വർഷത്തില് ദുൽഖഅദ മാസത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായതായിട്ടാണ് ചരിത്ര രേഖകളിൽ പരാമർശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായിട്ട് മക്കയിൽ പോയി ഉംറ നിർവഹിച്ചതായിട്ടാണ് ആ സ്വപ്നം. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങള് വഹി തന്നെയാണ്, വഹിയിലൂടെയുള്ള ദൈവിക നിർദ്ദേശം തന്നെയാണ്, അത് പാലിക്കപ്പെടേണ്ടതുമാണ്. നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്വപ്നം വളരെയേറെ അറിയുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിക സമൂഹങ്ങളിൽ വളരെ വിശദമായിട്ട് അത് പഠന വിധേയമാക്കപ്പെടാറുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈദുൽ അദ്ഹ ആഘോഷവും അതുപോലെയുള്ള സംഗതികളൊക്കെ ഉള്ളത്. അപ്പൊ അത് നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മളത് പിന്നിട്ട പല സൂറത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഹിജ്റ 6-ാം വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിജ്റ 5-ാം വർഷം അവസാനത്തില് മുസ്ലിങ്ങൾ നേടിയ ഒരു വലിയ വിജയത്തിന്റെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. അഹ്സാബിലാണ്, അഹ്സാബ് സംഘം അത് കിടങ്ങ് നിർമ്മിച്ചുകൊണ്ട് തങ്ങളെ മദീനയിൽ തുരത്തിക്കളയാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു വന്ന മക്കക്കാരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം, ധാരാളം ഗോത്രങ്ങളും വിവിധ സംഘങ്ങളുമൊക്കെ പങ്കുചേർന്നുകൊണ്ട് വന്ന ഒരു വലിയ ഭീഷണിയാണത് അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധം എന്നാണ് അത് അറിയപ്പെടുന്നത്. മറ്റൊരു പേര് ഖന്തഖ് യുദ്ധം എന്നാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു യുദ്ധതന്ത്രം നടപ്പിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ അതിനെ കൈകാര്യം ചെയ്ത ഒരു സംഭവമാണ്. വലിയ ഭീഷണിയായിട്ട് വന്ന ആ യുദ്ധം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കമുണ്ടായി. ശത്രുക്കള് ഇസ്ലാമിനെതിരില് മുസ്ലിങ്ങൾക്കെതിരില് മദീനയിൽ വന്ന് അവരെ ഉപരോധിക്കുന്ന ഒരു സംഭവമാണല്ലോ അത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളാലും പിന്തുണയാലും ചില തന്ത്രങ്ങള് മുസ്ലിം പക്ഷത്തിന് നടത്താൻ സാധിച്ചത് കാരണമായി അത് ആളപായമില്ലാതെ പറയത്തക്ക ഏറ്റുമുട്ടലൊന്നുമില്ലാതെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമായ ഒരു വിജയമായിട്ട് മാറുകയാണ് ഉണ്ടായത് ഈ അഹ്സാബ് യുദ്ധം. അതിനെ തുടർന്നുള്ള ഒരു ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംഗതി നിർവഹിക്കാൻ വേണ്ടി
സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകുന്നത്. അപ്പോ മദീനയിലേക്ക് ചെന്ന് മുസ്ലിങ്ങളുമായിട്ട് ഇനി ഏറ്റുമുട്ടൽ ഒരിക്കലും സാധിക്കുകയില്ല എന്ന ഒരു ബോധം ഇസ്ലാമിന്റെ ശത്രുക്കളിൽ സൃഷ്ടിച്ച ഒരു സംഭവമാണ് അവരുടെ അഹ്സാബ് യുദ്ധത്തിലെ പരാജയം. ഖന്തഖ് യുദ്ധത്തിൽ അവർ ഏറ്റുവാങ്ങിയ അവരുടെ ഏറ്റവും വലിയ പരാജയം ഇനി ഒരിക്കലും തന്നെ ബദറിലെ പോലെയോ ഉഹദിലെ പോലെയോ ഇപ്പോ ഖന്തഖിലെ പോലെയോ ഒന്നും മുസ്ലിങ്ങളെ മദീനയിലേക്ക് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചൊതുക്കാൻ, അവരെ കൈകാര്യം ചെയ്യാൻ, അവരോട് ഏറ്റുമുട്ടാൻ സാധിക്കുകയില്ല എന്ന ഒരു നോഷൻ സത്യനിഷേധികളുടെ മനസ്സിൽ ആഴത്തില് ഒരു ധാരണയായി വന്നു ചേർന്ന ഒരു സംഭവമാണ് ഈ അഹ്സാബ് യുദ്ധത്തിന്റെ ആ സംഭവ വികാസങ്ങൾ. അപ്പോ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീന അവരുടെ നിയന്ത്രണത്തിലായി സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണുള്ളത്. മദീനക്കപ്പുറത്തേക്ക് അവർക്ക് വലിയ സ്വാധീന മേഖലയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അള്ളാഹു വളരെ സ്ട്രാറ്റജിക് ആയ ഒരു മൂവ് നടത്താൻ വേണ്ടി ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനെ അദ്ദേഹത്തിന് മാർഗദർശനം നൽകി നിർദ്ദേശിക്കുകയാണ്. സ്വപ്നത്തില് അങ്ങനെ ഒരു ദർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. അനുയായികളോടൊപ്പം മക്കയിൽ പോയി ഉംറ ചെയ്ത് ഉംറ നിർവഹിച്ചതായിട്ടാണ് സ്വപ്നം. അപ്പൊ ആ ഘട്ടത്തില് അങ്ങനെ മക്കയിലേക്ക് പോവുകയും ഉംറ നിർവഹിക്കുകയും ചെയ്യുക എന്നത് മദീനയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. വളരെ ഭയപ്പെട്ടുകൊണ്ടാണ്, വളരെ വലിയ വെല്ലുവിളി നേരിടുന്ന വിധത്തിലാണ് അഹ്സാബില് അവരുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ അതിവിചിത്രവും അത്യസാധാരണവുമായ ഒരു ഇടപെടലും സഹായവും ഉണ്ടായതുകൊണ്ടാണ് ശത്രുക്കളെ കബളിപ്പിച്ചുകൊണ്ട് അവിടുന്ന് വിരട്ടി ഓടിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുകയുണ്ടായത്. അത് മദീനയെ സുരക്ഷിതമാക്കുക എന്ന ഒരു താല്പര്യം അതിലൂടെ നേടി കൈവരിച്ചു എന്നതല്ലാതെ മക്കയിലേക്ക്, മദീനക്ക് വെളിയിലായിട്ട് അവർക്ക് അകലേക്ക് മക്കയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ട് മക്കാരെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു സംഗതിയല്ല. മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നിർബന്ധിതരായിട്ട് പലായനം ചെയ്തു പോയ ആളുകൾ മക്കയുടെ പരിസരത്തെങ്ങും വന്നു പോകരുത് എന്ന നിലക്കാണ് മക്കയിലെ പ്രമാണിമാര് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഉംറക്ക് വേണ്ടിയായാലും ഹജ്ജിന് വേണ്ടിയായാലും അവർ ആ വഴിക്കൊന്നും വന്നു പോകരുത് എന്ന നിലക്കുള്ള വളരെ കടുത്ത ഒരു നിലപാടിലാണ് ഉണ്ടായിരുന്നത്. അപൂർവമായിട്ട് മദീനയിൽ നിന്നുള്ള അൻസാറുകളിൽപ്പെട്ട ചില മുസ്ലിങ്ങളൊക്കെയാണ് ആ കാലയളവിലും മക്കയില് ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോവാറുണ്ടായിരുന്നത് തന്നെ. മക്കയിൽ നിന്ന് പോയ മുഹാജിറുകൾക്ക് അതിനൊന്നും യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല, അതിനൊന്നും വഴി തുറക്കാറും ഉണ്ടായിരുന്നില്ല. അൻസാറുകളിൽപ്പെട്ടവർക്ക് തന്നെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല എന്നതാണ് ആ ഘട്ടത്തിലെ അവസ്ഥ. അഹ്സാബില് ഖുറൈശികൾക്ക് വലിയ പരാജയം ഉണ്ടായത്, ഖുറൈശികൾക്ക് മാത്രമല്ല അത് സഖ്യകക്ഷികളുടെ യുദ്ധമാണല്ലോ. നയിക്കുന്നത് ഖുറൈശികളാണെങ്കിലും നമ്മുടെ നേറ്റോ ഒക്കെ പോലെയുള്ള ഒരു സഖ്യകക്ഷി അതിന്റെ പുറകിലുണ്ട്, വലിയൊരു സംഘമുണ്ട്, ധാരാളം ഗോത്രങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഏറ്റവും വലിയ പരാജയമാണ്. അതിലുള്ള ഈർഷ്യ മക്കാര് തീർച്ചയായിട്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ സ്വപ്നം അദ്ദേഹം അനുചരന്മാരുമായി മക്കയിൽ പോയി ഉംറ നിർവഹിക്കുന്നതായിട്ടാണ്. അപ്പൊ ഈ സ്വപ്നം ഒരു നിർദ്ദേശമാണ്, അത് പാലിക്കല്, യാഥാർത്ഥ്യമായി കൊണ്ടുവരല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പോ ഇത് വ്യക്തമായിട്ടും ഒരു വഹീന്റെ രൂപം തന്നെയാണ്. പ്രവാചകന്മാർക്കുള്ള സ്വപ്നങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോ മാത്രവുമല്ല, ഈ സൂറത്തിലെ 27-ാമത്തെ ആയത്തില് ആ സ്വപ്നത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് നാം നമ്മുടെ ദൂതനെ കാണിച്ചതാണ് എന്ന നിലക്കാണ്.
എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ പ്രവാചകന് ഒരു പ്രത്യേകമായ വിഷൻ, ഒരു ദൃശ്യം മനസ്സിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിർദ്ദേശം ദൈവികമായി തന്നെ നൽകിയതാണ് എന്നതാണ് ഈ ഉംറ നിർവഹിക്കാൻ അനുയായികളെയും കൊണ്ട് മക്കയിൽ പോയി ഉംറ നിർവഹിച്ചതായിട്ടുള്ള ആ ചിത്രം. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം എന്ന നിലയ്ക്ക് നിർബന്ധമായിട്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ അനുയായികളെയും കൊണ്ട് വലിയൊരു സംഘത്തെയും കൊണ്ട് മക്കയിൽ പോയി ഉംറ നിർവഹിക്കുക എന്നത് അതിന് സാഹചര്യം ഒട്ടും അനുകൂലമായിരുന്നില്ല. സാഹചര്യം അനുകൂലമായാൽ അത് ചെയ്യണം എന്നല്ല നിർദ്ദേശം, അത് ചെയ്യണം എന്ന് തന്നെയാണ് നിർദ്ദേശം. സാഹചര്യം അനുകൂലമായി വരികയാണ് ചെയ്യുക. അള്ളാഹു അതിന് വേണ്ട നടപടി സ്വീകരിക്കും. അവര് ഈ പുറപ്പെടുന്ന ആളുകൾ അവരുടേതായ തന്ത്രങ്ങളും സ്ട്രാറ്റജിയും ഒക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അപ്പോ സാഹചര്യം അനുകൂലമല്ലെങ്കിലും അവര് ഉംറക്ക് പുറപ്പെട്ടേ പറ്റും. അപ്പോ ഖുറൈശികൾ യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവിടുന്ന് പലായനം ചെയ്തു പോയ ആളുകൾ വരുന്നത് ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ഇപ്പോ 5-6 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഹിജ്റ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇതിനകം തന്നെ അവർക്ക് അവിടെ ഉംറക്ക് വേണ്ടി പോലും വരാൻ അനുവദിക്കുന്ന ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് വിലക്കാണ് ഉണ്ടായിരുന്നത്. ഹജ്ജ്, ഉംറ ആവശ്യങ്ങൾക്ക് പോലും മക്കയിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ പല ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മക്കയിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് പോലും അവർക്ക് സാധിച്ചിരുന്നില്ല എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോ എന്തായാലും മക്കയിലേക്ക് പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ സംഘടിതമായിട്ടൊരു വലിയ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പുറപ്പെടുന്നു എന്ന് വന്നാൽ പ്രത്യക്ഷത്തിൽ തന്നെ അവര് മക്കക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കുകയാണ് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുക. കാരണം സമാധാന അന്തരീക്ഷത്തില് അവർക്ക് മക്കയിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ വലിയൊരു സംഘം മക്കയിലേക്ക് പുറപ്പെടുന്നു എന്ന് വന്നാൽ തന്നെ അത് മക്കക്കാരെ വെല്ലുവിളിക്കലാണ്, യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് എന്നൊക്കെ ആണ് അത് മനസ്സിലാക്കപ്പെടുക. അപ്പോ അവര് നിരായുധരായിട്ടാണ് പോകുന്നതെങ്കിൽ ഈ ശത്രുക്കളുടെ നേരെ ആയുധങ്ങളുടെ മുന്നിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കുന്ന പോലെയാണ് അതുണ്ടാവുക. ഇനി ആയുധവുമായിട്ടാണ് അവർ പോകുന്നതെങ്കിലോ അത് ശത്രുക്കളോട് അവരെ വെല്ലുവിളിക്കുന്ന വിധത്തില് ഒരു യുദ്ധത്തിനുള്ള സന്നാഹങ്ങളോടെ പോകുന്ന വിധത്തിലുമായിട്ടാണ് മനസ്സിലാക്കപ്പെടുക. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാൻ സാധിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അതിന് കൃത്യമായ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. ആയുധം ഉള്ളവരായി, ആയുധമേന്തിയവരായി കൊണ്ടുപോകണമോ, അതല്ല ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്ന പോലെ ആയുധമൊന്നും എടുക്കാതെ പോകണം. രണ്ടായാലും അവരെ സംബന്ധിച്ചിടത്തോളം കാര്യം അത്ര എളുപ്പമായിരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോ പക്ഷെ ഇത് നടപ്പിലാക്കേണ്ട ഒരു സ്ട്രാറ്റജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടൊക്കെ കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തനിക്കുണ്ടായ സ്വപ്നം അനുയായികളുമായിട്ട് പങ്കുവച്ചു. അവരോട് യാത്രക്ക് ഒരുങ്ങാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനൊരുങ്ങി. അപ്പോ എന്നിട്ട് മറ്റൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. മദീനയിലെ സമീപ ഗോത്രങ്ങളിലുള്ള ആളുകളുടെ അടുക്കിലേക്ക് ആളെ വിട്ടിട്ട് ഇങ്ങനെ അറിയിച്ചു: താനും സംഘവും മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും കൂടെ കൂടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാവുന്നതാണ്. ഇതാണ് വിളംബരം ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പോവുകയാണ്. സമീപ ഗോത്രങ്ങളിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരോടൊപ്പം കൂടാം. ഇതാണ് വിളംബരം ചെയ്ത സംഗതി.
ഈ വിളംബരം നടക്കുമ്പോഴും ആളുകൾ അതിനെ മനസ്സിലാക്കുന്നത് ഈ ആളുകള് മരണത്തിന്റെ വായിലേക്ക് അങ്ങ് ചെന്ന് കരുതിക്കൂട്ടി ചെന്ന് കയറുകയാണ് എന്ന നിലക്കാണ്. കാരണം മക്കക്കാര് അഹ്സാബ് യുദ്ധത്തിലെ വലിയ തിരിച്ചടി കാരണമായിട്ട് തന്നെ അതിന്റെ വിറളി പിടിച്ചു നിൽക്കുന്ന ഈർഷ്യമുള്ള ഒരവസ്ഥയാണ് അങ്ങനെയാണ് അവരുള്ളത്. ആ ഒരു ഘട്ടത്തില് മുസ്ലിം സംഘം അങ്ങോട്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി ചെന്നാൽ അത് അവർക്ക് വലിയ പ്രകോപനമാകും, അത് വലിയ പോരാട്ടത്തിലേക്ക് നയിക്കും, അവര് വലിയൊരു കൂട്ടക്കുരുതി നേരിടേണ്ടി വരും എന്നതൊക്കെയാണ് ആളുകൾ അനുമാനിച്ചിരുന്ന കാര്യം. അത് കാരണമായിട്ട് തന്നെ മദീനയുടെ പരിസരത്തുള്ള ഗോത്രക്കാരൊന്നും ആ ഉംറ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് കൂടുകയുണ്ടായില്ല. പക്ഷെ സത്യവിശ്വാസികളുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരതിലൊട്ടും വറീഡായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശം ബദറിലും ഉഹദിലും ഖന്തഖിലും ഒക്കെ അവര് നടപ്പിലാക്കിയ ആളുകളാണ്. അത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു സമൂഹം എന്ന നിലക്ക് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുക എന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന അപകടമൊന്നും അവര് അത്ര ഗൗരവത്തിൽ കാണുകയുണ്ടായിട്ടില്ല. വിശ്വാസികള് അതില് ഒട്ടും വറീഡായിട്ടില്ല എന്നതാണ്. അങ്ങനെ അതിന്റെ പര്യവസാനം അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ സജ്ജരായി പുറപ്പെടുകയാണ്. 1400 ആളുകളാണ് സഹാബിമാരുടെ കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ഘട്ടത്തില് പുറപ്പെടാൻ സന്നദ്ധരായി രംഗത്ത് വന്നത്. ഹിജ്റ 6-ാം വർഷത്തില് എന്ന് പറഞ്ഞാൽ അഹ്സാബിന് ശേഷം ഹിജ്റ 6-ാം വർഷത്തില് ദുൽഖഅദ മാസത്തിലാണ് ഈ യാത്ര പുറപ്പെടുന്നത്. അപ്പോ അവര് ദുൽഹുലൈഫയില് മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിൽ എത്തുന്നതിന് മുമ്പായി ദുൽഹുലൈഫ എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ഇന്ന് ഈ ദുൽഹുലൈഫ എന്നുള്ള സ്ഥലം അറിയപ്പെടുന്ന ബിർ അലി അല്ലെങ്കിൽ അബിയാർ അലി എന്നൊക്കെയാണ്. മദീനയിൽ നിന്ന് ഉള്ള ആളുകള് ഹജ്ജിനു വേണ്ടി അതുപോലെ ഉംറയ്ക്ക് വേണ്ടിയൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു മീഖാത്തായിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോ ഇത് മദീനയിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു 6 മൈൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ കണക്കാക്കാം, 10-ൽ താഴെ. അപ്പോ 10-ൽ താഴെ കിലോമീറ്റർ അകലത്തിലാണ് മദീനയിൽ നിന്ന് അവർ പുറപ്പെട്ട് മദീനയോട് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ഈ അബിയാർ അലി എന്ന് പറയുന്നത്. അവിടെ എത്തി. അവിടുന്ന് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിന്റെ വസ്ത്രം 2 കഷ്ണം വെള്ള വസ്ത്രങ്ങളാണ്. അങ്ങനെ അതാണല്ലോ ഒരാള് ഹജ്ജിനോ ഉംറക്കോ പുറപ്പെടുമ്പോ അയാളെ തിരിച്ചറിയാനുള്ള ഒരു വസ്ത്രമാണത്, ഇഹ്റാം. അങ്ങനെ ഈ ഉംറ നിർവഹണത്തെ തുടർന്നുള്ള ബലികർമ്മത്തിനായിട്ട് അവര് 70 ഒട്ടകങ്ങളെയും കരുതുകയുണ്ടായി. അബിയാർ അലിയിൽ നിന്നാണ്, അവിടെ തങ്ങിക്കൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതും ബലി അർപ്പിക്കുന്നതിനുള്ള ഒട്ടകങ്ങളെ അവർ ഒരുക്കുന്നതും ഒക്കെ തന്നെ. ഈ ഒട്ടകങ്ങളുടെ കഴുത്തില് ബലിമൃഗമാണ് എന്ന് കാണിക്കുന്ന ഒരു വടം അവർ തൂക്കിയിടുകയും ചെയ്തു. അതുകൊണ്ട് സാധാരണഗതിയില് കഅബയുടെ പരിസരത്ത് കൊണ്ടുപോയി ബലി അർപ്പിക്കാനുള്ള മൃഗം എന്ന നിലക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വടം കഴുത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയ അറേബ്യൻ പാരമ്പര്യത്തിൽ തന്നെ അതിനെ ആരും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രോഹം അതിന് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ കൊള്ളയടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ബലിമൃഗമാണ് എന്നത് എല്ലാവരും മനസ്സിലാക്കും, എളുപ്പത്തിൽ തന്നെ അവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഈ യാത്രക്ക് ആവശ്യമായ ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലക്ക് കൂടിയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക.
70 ഒട്ടകങ്ങളാണ്. അതിന്റെ ഒക്കെയും തന്നെ കഴുത്തില് ബലിമൃഗമാണ് എന്ന് കാണിക്കുന്ന ഒരു അടയാളം, ഒരു വടം കഴുത്തിലിട്ടുകൊണ്ടാണ് അവയെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അപ്പോ കൂടാതെ അവർ ചെയ്തിരുന്ന ഒരു സംഗതി, അവരുടെ യാത്രാ സാമഗ്രികളുടെ ഭാണ്ഡങ്ങളിൽ ഓരോ വാളും സൂക്ഷിച്ചു വെച്ചു. ഇത് അറേബ്യയിലെ നടന്നു വരുന്ന ഉംറയുടെയും ഹജ്ജിന്റെയും ഒക്കെ ഒരു ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ അനുവദനീയമായ ഒരു കാര്യമാണ്. ഒരു ഹാജി ആയി വരുന്ന അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരാൾക്ക് ഒരു വാള് കയ്യിൽ വെക്കുക എന്നത് അറേബ്യൻ പാരമ്പര്യത്തിൽ അനുവദിക്കപ്പെട്ട, പിന്തുടർന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കരുതലിനായിട്ട് സഹാബിമാരെല്ലാവരും തന്നെ അവരുടെ ഭാണ്ഡങ്ങളിൽ ഓരോ വാളും സൂക്ഷിക്കുകയുണ്ടായി. വേറെ യുദ്ധക്കോപ്പുകളൊന്നും, ആയുധങ്ങളോ സംവിധാനങ്ങളോ യാതൊന്നും അവര് കരുതിയിരുന്നില്ല. അങ്ങനെ ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് അവര് പുറപ്പെടുകയാണ്. അപ്പോ ആ ഘട്ടത്തില് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തിൽ മക്കയിലെയും മദീനയിലെയും ആ സമൂഹങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ബന്ധം ഒട്ടും സ്മൂത്ത് ആയിരുന്നില്ലല്ലോ. അഹ്സാബ് യുദ്ധത്തില് മക്കക്കാർക്ക് വലിയ പരാജയം, അവരുടെ സഖ്യകക്ഷികളൊക്കെയും തന്നെ പരാജയം ഏറ്റുവാങ്ങി തോറ്റോടിയതാണ്. അതിൻ്റെയൊക്കെ ആ പ്രതികാര വാഞ്ചയും അതുപോലെ അവരുടെ അതിലുള്ള ക്രോധവും ഒക്കെ അവരുടെ മനസ്സിൽ തിളച്ചു നിൽക്കുന്ന ഒരു കാലം തന്നെയാണത്. ഇപ്പോ ഈ ശത്രുക്കളുടെ മാളത്തിലേക്ക് തന്നെ ഇടിച്ചു കയറുന്ന വിധത്തിലുള്ള ഒരു യാത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. അപ്പോ പക്ഷെ തങ്ങള് യുദ്ധത്തിന് പുറപ്പെട്ടവരല്ല എന്ന് കേൾക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെ ഇഹ്റാമിന്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ടും അതുപോലെ ഈ ബലിമൃഗങ്ങള് കഴുത്തില് വടമിട്ടുകൊണ്ടും ഒക്കെ, ബലിമൃഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിൽ കഴുത്തില് വടമിട്ടുകൊണ്ടൊക്കെയാണ് അവര് ഇഹ്റാം വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് പുറപ്പെടുന്നത്. അപ്പോ നിരായുധരായിട്ടാണ് ഈ അവരുടെ ഭാണ്ഡങ്ങളിലുള്ള ഒരു വാള് ഉണ്ടെന്നത് ഒഴിച്ചു നിർത്തിയാൽ വേറെ ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. ആ വാള് പാരമ്പര്യമായിട്ട് തന്നെ ഉംറക്ക് വരുന്ന ആൾക്ക് അനുവദിക്കപ്പെട്ട, നേരത്തെ ഖുറൈശികളും മക്ക സമൂഹവും ഒക്കെ അനുവദിച്ചിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോ ഇതാണ് ആ യാത്രയുടെ ദുൽഹുലൈഫയിൽ എത്തുന്നത് വരെയുള്ള സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വരവ് കാരണം ഖുറൈശികള് മക്കയിൽ വലിയ പ്രതിസന്ധിയിലായി. മക്കയിലേക്ക് ഉംറ നിർവഹിക്കാനോ ഹജ്ജ് നിർവഹിക്കാനോ പുറപ്പെട്ടു വരുന്ന ഒരാളെയും തടയാൻ ഖുറൈശികൾക്ക് എന്നല്ല അറേബ്യയിലെ ഒരാൾക്കും തന്നെ അനുവാദം ഉണ്ടായിരുന്നില്ല. അത് ഗോത്രങ്ങളൊക്കെ പരസ്പരം അംഗീകരിച്ചുകൊണ്ടും അതുപോലെ പരസ്പരം യോജിപ്പോടെയും പിന്തുടരുന്ന ഒരു മര്യാദയാണ്. അത് ഉംറ ലക്ഷ്യം വിട്ടുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന ആളുകളെ തടയാൻ പാടില്ല എന്നത് പാലിക്കപ്പെടുന്ന ഒരു മര്യാദയാണ്. അത് ഗോത്രങ്ങൾക്കിടയിൽ അക്കാര്യത്തിൽ വലിയ യോജിപ്പുണ്ട്. മാത്രവുമല്ല, ഈ ദുൽഖഅദ മാസത്തിന്റെ ഒരു പ്രത്യേകത, അത് നിഷിദ്ധ മാസങ്ങളിൽ പെട്ടതാണ്, പവിത്ര മാസങ്ങളിൽ പെട്ടതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇങ്ങനെ 4 മാസങ്ങളാണ് വിശുദ്ധ മാസങ്ങളായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അതിന്റെ സൂചന നടത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി തന്നിട്ടുമുണ്ട്. അറബ് പാരമ്പര്യത്തിൽ പിന്തുടർന്നു വരുന്ന ഒരു കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനം സമൂഹത്തിന് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അറേബ്യയിൽ പിന്തുടരപ്പെട്ടിരുന്ന ഒരു കാര്യമാണത്. ഹജ്ജിനും ഉംറക്കും ഒക്കെ ആയിട്ട് ഈ 4 മാസങ്ങളെ സമാധാനത്തിന്റെ മാസങ്ങളായിട്ട്, ഏറ്റുമുട്ടൽ പാടില്ലാത്ത, പരസ്പരം പോരടിക്കാൻ പാടില്ലാത്ത, യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധ മാസങ്ങൾ അല്ലെങ്കിൽ പവിത്ര മാസങ്ങളാണത്. അപ്പൊ ഈ
മാസങ്ങളിൽപ്പെട്ട ദുൽഖഅദ മാസത്തിൽ ഇഹ്റാം വേഷം അണിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളെ തടയാൻ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വകുപ്പുമില്ല, അവർക്ക് അധികാരമില്ല. സ്വന്തം ഗോത്രത്തിന്റെ മുന്നിലൂടെയാണ് വലിയൊരു സൈന്യത്തെ പോലെ ഈ ഉംറ നിർവഹിക്കാനുള്ള ആളുകൾ കടന്നു പോകുന്നതെങ്കിൽ പോലും ഒരു ഗോത്രത്തിനും അവരെ തടയാൻ പാടുണ്ടായിരുന്നില്ല. അത് അറേബ്യയിലെ ഗോത്ര സംവിധാനത്തില് വലിയ വിള്ളൽ വീഴ്ത്തും. ഏതെങ്കിലും ഗോത്രം ആരെയെങ്കിലും തടഞ്ഞാൽ ബാക്കി ഗോത്രങ്ങൾ അവരുമായിട്ട് തീർച്ചയായിട്ടും ഇടയും. അതുകൊണ്ട് തന്നെ അറേബ്യയിൽ അത് വലിയ ഈ ഉംറക്ക് പുറപ്പെടുന്ന ഈ സംഘത്തെ തടയുകയാണെങ്കിൽ അറേബ്യയിൽ അത് വലിയ കോളിളക്കം ഉണ്ടാക്കും എന്നതാണ് അവസ്ഥ. അവരെ തടയാൻ ഒരു നിർവാഹമില്ല എന്നതാണ് ഖുറൈശികൾ നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധി. എന്നാൽ തടയാതെ ഇരിക്കാൻ അവർക്ക് പറ്റൂല. കാരണം അഹ്സാബിൽ വലിയ പരാജയം ഉണ്ടായി. ഇപ്പൊ വലിയ സംഘവുമായിട്ട് മക്കയിലേക്ക് ഇടിച്ചു കയറി വരികയാണ് ഇവര് എന്ന് വരുമ്പോ ഖുറൈശികൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഖുറൈശികൾ തോറ്റമ്പി എന്ന ഒരു കാര്യം പരക്കെ ഒരു സംസാരമായി മാറും. അതുകൊണ്ട് തങ്ങള് കഅബയുടെ ആളുകളൊക്കെ ആയിട്ട് അവരെ അനുവദിക്കേണ്ടി വന്നു എന്നൊരു തോൽവി അവരെ ഏറ്റുവാങ്ങുന്ന പോലെയായിട്ട് അത് മാറും. അപ്പോ ഇനി അഥവാ തടയുകയാണെങ്കിലോ അത് ഖുറൈശികള് അവര് സ്വന്തം നിലക്ക് കഅബയുടെ മുതലാളിമാരാവുകയാണ്. കഅബ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ഉടമസ്ഥതയിലാണ് എന്ന് വരുത്തുന്ന പോലെയായിട്ടാണ് മറ്റു ഗോത്രങ്ങൾക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും തടയാനും കഴിയില്ല, തടയാതിരിക്കാനും കഴിയില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് മക്കക്കാര് നേരിട്ടുകൊണ്ടിരുന്നത്. തടയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികൾ ഇപ്പൊ എന്താ കഅബ അവരെ സ്വന്താണെന്നുള്ള നിലക്ക് അതിന്റെ മുതലാളിമാരാണ്, ഉടമകളാണ് എന്ന നിലക്കാണല്ലോ പെരുമാറുന്നത് എന്നായിരിക്കും സമീപ ഗോത്രത്തിലെ ആളുകൾ പ്രതികരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഖ്യഗോത്രങ്ങൾക്കിടയിൽ വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ബന്ധങ്ങളൊക്കെ തകർക്കാൻ അത് കാരണമായി എന്ന് വരും. അതുകൊണ്ട് വളരെ തന്ത്രപരമായി നയപരമായി എല്ലാ കുറ്റവും മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യണം. അതാണ് ഖുറൈശികൾ അതില് സ്വീകരിക്കുന്ന ഒരു നയം. ഇപ്പോ മുസ്ലിങ്ങൾ തടയപ്പെടുകയാണെങ്കിൽ, തിരിച്ചു പോകേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടല് അവരുമായി ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ മുസ്ലിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, മുസ്ലിങ്ങൾ സ്വീകരിച്ച നടപടികൾ കാരണമായിട്ടാണ് എന്ന വിധത്തില് അവരുടെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റുന്ന വിധത്തിൽ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ അറേബ്യൻ ഗോത്രങ്ങൾ തങ്ങൾക്കെതിരെ തിരിയാനിടയുണ്ട് എന്ന് ഖുറൈശികൾക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് പശ്ചാത്തലം. ഇതിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചില വളരെ വിശദമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും വേണ്ടി വരികയാണെങ്കിൽ മറ്റൊരു ദിവസം കൂടിയും അതിനുവേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.